ഓക്കെ, എന്താണ് ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ? ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്താണ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്ക് നോക്കാം എന്താണ്. അതിനായിട്ട് സ്ലോപ്പ് എന്താണെന്ന് നമുക്കറിയാം അല്ലേ? എന്താണ് ഒരു സ്ലോപ്പ്? ഫോർ എക്സാമ്പിൾ, നമുക്ക് ഗ്രാഫിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കും. ഇത് ഗ്രാഫിൽ എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്, ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഇങ്ങനെ പോകുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഏതെങ്കിലും രണ്ട് പോയിൻ്റ് എടുക്കും. ഈ പോയിന്റിന് നമ്മൾ x1, y1 എന്ന് എടുക്കും. ഈ പോയിന്റിന് x2, y2 എന്ന് എടുക്കും. അതിൻ്റെ എന്ത് ചെയ്യും? സ്ലോപ്പ് എന്താണ് ഇതിൻ്റെ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, y2 മൈനസ് y1 ഡിവൈഡ് ബൈ x2 മൈനസ് x1. ഇതാണ് ഇതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല അല്ലേ? ഈ രണ്ട് പോയിന്റ് ഇപ്പം ഞാൻ എടുത്ത ഈ രണ്ട് പോയിന്റാണ്. ഈ പോയിന്റ് ഞാൻ എവിടെ എടുത്താലും, ഈ ഫസ്റ്റത്തെ പോയിന്റ് ഞാൻ ഇവിടെ എടുത്തു, രണ്ടാമത്തെ പോയിന്റ് ഞാൻ ഇവിടെ തന്നെ എടുത്തു, തൊട്ടടുത്ത് തന്നെ എടുത്തു. എന്നാലും സ്ലോപ്പ് എന്തായിരിക്കും? ഈക്വേഷൻ ആയിരിക്കും. സ്ലോപ്പ് രണ്ടിൻ്റെയും സെയിം ആയിരിക്കും. ഇനി ഞാൻ ഇവിടെ ഒരു പോയിന്റും ഇവിടെ ഒരു പോയിന്റും എടുത്തു, ഇങ്ങനെ എടുത്തു, എന്നാലും ഇതിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. കാരണം എന്താ? ഇത് സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട്, ലീനിയർ ഇക്വേഷൻ്റെ ഗ്രാഫാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അതുകൊണ്ട് എന്താണ്? ഇത് സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് സ്ലോപ്പ് എപ്പോഴും ഇതിന് കോൺസ്റ്റൻ്റ് ആയിരിക്കും, സെയിം ആയിരിക്കും. ഓക്കെ, അത് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടുത്തെ ഏത് രണ്ട് പോയിന്റ് നമ്മൾ എടുത്താലും നമ്മൾ ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ നമുക്ക് സെയിം റിസൾട്ട് കിട്ടും. ഫോർ എക്സാമ്പിൾ, ഈ രണ്ട് പോയിന്റ് ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് 5 കിട്ടിയെങ്കിൽ, ഫോർ എക്സാമ്പിൾ 5 കിട്ടിയെങ്കിൽ ഈ പോയിന്റും ഈ പോയിന്റ്, രണ്ട് എഡ്ജിലുള്ള രണ്ട് പോയിന്റ് എടുത്താലും എനിക്ക് 5 തന്നെ കിട്ടും. കാരണം ഇത് സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട്, ലീനിയർ ഇക്വേഷൻ ആയതുകൊണ്ട്. ഓക്കെ, ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി വേറൊരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. വേറൊരു ഫംഗ്ഷൻ ഇങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാൻ രണ്ട് പോയിന്റ് എടുത്ത്, ഇവിടെ ഒരു പോയിന്റ് എടുത്ത്, ഇവിടെ ഒരു പോയിന്റ് എടുത്ത്. എനിക്കിതിൻ്റെ സ്ലോപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? ഇത് സ്ട്രെയിറ്റ് ലൈൻ അല്ല, കർവ്ഡാണ്, തോന്നിയ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഈ ഒരു പോയിന്റും എടുത്തു. അപ്പം ഞാനൊരു സ്ലോപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്തു. അതും വേറെ രണ്ട് പോയിന്റ് എടുത്തു, ഇവിടെ നിന്ന് രണ്ട് പോയിന്റ് എടുത്തു, അതിൻ്റെ സ്ലോപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്തു. രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും, കാരണം ഇത് സ്ട്രെയിറ്റ് ലൈൻ അല്ല. അപ്പം ഇങ്ങനെയുള്ള കേസിൽ നമ്മളെങ്ങനെ സ്ലോപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്യും? സ്ലോപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സത്യം പറഞ്ഞാൽ ഒരു മാർഗ്ഗമില്ല, ഇതിന് സ്ലോപ്പ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെയാണ് ഡെറിവേറ്റീവ്സിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. എന്താണ് ഡെറിവേറ്റീവ്സ് എന്ന് ഇങ്ങനെയുള്ള ഫങ്ഷൻസ് വരുമ്പോഴാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിൻ്റെ സ്ലോപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ, വെരി ക്ലോസ് ആയിട്ടുള്ള, ഇവിടെ ഞാൻ ഈ പോയിന്റും വേണ്ട, ഞാൻ വേറൊരു ഇത് വരയ്ക്കാം, ഇവിടെ ഒരു വരയ്ക്കാം, ഇങ്ങനെയാണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഫംഗ്ഷനിൽ ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമുള്ളൂ, ഇവിടെ ഒരു പോയിന്റ് എടുക്കുക. ഓക്കെ, അതിന് വെരി നിയറസ്റ്റ് ആയിട്ട്, ഞാനൊരു പോയിന്റ് എടുത്തതിൻ്റെ വളരെ അടുത്തായിട്ട്, വെരി നിയറസ്റ്റ് ആയിട്ട് അടുത്ത പോയിന്റ് എടുക്കുക, എന്നിട്ട് അതിൻ്റെ സ്ലോപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ ചെറിയ പോർഷൻ്റെ സ്ലോപ്പ് കിട്ടുള്ളൂ, ചെറിയ പോർഷൻ്റെ സ്ലോപ്പ് കിട്ടും. എൻ്റയർ ഫംഗ്ഷൻ്റെ സ്ലോപ്പ് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല. നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് വെരി ക്ലോസസ്റ്റ് ആയിട്ടുള്ള രണ്ട് പോയിൻറ്റ്സിൻ്റെ സ്ലോപ്പേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഫോർ എക്സാമ്പിൾ ഈ ഒരു പോയിന്റ് എടുത്തുന്നു, ഈ പോയിന്റ്. ഓക്കെ, വെരി നിയറസ്റ്റ് ആയിട്ട്, ആ പോയിന്റിന് വളരെ അടുത്തായിട്ട് അടുത്ത പോയിന്റ് എടുക്കുന്നു. അപ്പോൾ ഫസ്റ്റത്തെ പോയിന്റ് ആ പോയിന്റിൻ്റെ എക്സ് ആക്സിസ് ഇവിടെ ഇരിക്കും അല്ലേ? ഏതോ ഒരു അളവ് എക്സ്, ഇവിടെ മുതൽ 0 മുതൽ ഇവിടെ വരെ ഞാൻ എക്സ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ എടുത്തു. ഓക്കെ, ഇവിടെ എന്തായിരിക്കും? വൈ ആക്സിസ് നമ്മളെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഒന്നില്ലെങ്കിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? വൈ റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ എഫ് ഓഫ് എക്സ് റെപ്രസെൻറ്റ് ചെയ്യാം. കാരണം എന്താ? നമ്മൾ ഫംഗ്ഷൻ പറയുന്നത് എങ്ങനെ? വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് അല്ലേ? അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3x + 1, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഫംഗ്ഷൻ പറയുന്നത്. എക്സിന് വാല്യൂ കൊടുക്കുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് വൈക്ക് എന്ത് വാല്യൂ വരും? അതാണ് അതിൻ്റെ എഫ് ഓഫ് എക്സ് അല്ലേ? അപ്പോൾ ഇവിടെ ഞാൻ എന്ത് വൈ എന്ന് കൊടുക്കുന്നവരെ എഫ് ഓഫ് എക്സ് എന്ന് കൊടുക്കാമല്ലോ. ഇനി അപ്പോൾ ഒരു പോയിന്റ് ആയിട്ടുള്ളൂ, ഞാൻ ഇതിനോട് വളരെ നിയറസ്റ്റ് ആയിട്ട്, ഈ എക്സിനോട് വളരെ നിയറസ്റ്റ് ആയിട്ട്, ഫോർ എക്സാമ്പിൾ എനിക്കിവിടെ എഴുതാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് നീക്കി എഴുതാണ്. ഈ ഒരു പോയിന്റ്, അതിൻ്റെ എക്സ് കോർഡിനേറ്റ്. ഓക്കെ,
ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? എക്സിനോട് പ്ലസ് ഒരു ചെറിയൊരു ചേഞ്ച് അല്ലേ? കാരണം ഇതൊരു പോയിൻ്റ് ആണെങ്കിൽ എക്സിനോട് ചെറിയൊരു ചേഞ്ച് ആഡ് ചെയ്താൽ പോരെ. ഇത് ചെറിയൊരു എമൗണ്ട്, വളരെ ചെറിയൊരു എമൗണ്ട്, ഞാൻ അതിനെ എച്ച് എന്ന് വിളിക്കുകയാണ്. ഓക്കെ, സോ ഇതിൻ്റെ എക്സ് പ്ലസ് എച്ച് ആണെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? ഇതിൻ്റെ വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? ഈ പോയിൻ്റ് ഞാൻ അടുത്ത പോയിൻ്റ് എടുത്തു, അടുത്ത പോയിൻ്റ് ഇവിടെയാണ് ഞാൻ എടുത്തേക്കുന്നത്. പക്ഷേ ആ പോയിൻ്റ് ഇത്ര ലെങ്ത് ഇല്ല, എനിക്കിവിടെ എഴുതാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത്. ഓക്കെ, അപ്പോൾ ഈ പോയിൻറ്റിൻ്റെ വൈ കോർഡിനേറ്റ് എടുക്കണം അല്ലേ? എന്തായിരിക്കും? എക്സ് അപ്ലൈ ചെയ്തപ്പോൾ എഫ് ഓഫ് എക്സ് ആണെങ്കിൽ എക്സ് പ്ലസ് എച്ച് അപ്ലൈ ചെയ്താൽ എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച്. ഇത്രയും ഓക്കെ അല്ലേ? അതായിരിക്കും ഇതിൻ്റെ വൈ കോർഡിനേറ്റ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പോയിൻ്റ് വളരെ അടുത്താണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇനി എനിക്ക് ഈ രണ്ട് പോയിൻ്റ്, വളരെ അടുത്തുള്ള രണ്ട് പോയിൻറ്റുകൾ തമ്മിലുള്ള വളരെ ചെറിയ ലൈൻ എന്തായാലും ഉണ്ടാവും. വെരി ക്ലോസ്, വെരി സ്മോൾ ആയിട്ടുള്ളൊരു ലൈൻ അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്ലോപ്പ് എനിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാമല്ലോ അല്ലേ? അതിൻ്റെ സ്ലോപ്പ് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യും? നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താണ്? സ്ലോപ്പ് ഈക്വൽ ടു y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. ഓക്കെ, ഇനി എന്താണ് ഇവിടെ y2? y2 എന്താ? രണ്ടാമത്തെ പോയിന്റ് അല്ലേ? അതായത് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് അല്ലേ? y1 എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ്. ആ സ്ലോപ്പിൻ്റെ ഇക്വേഷനിലേക്ക് ഞാൻ ഈ സാധനം അപ്ലൈ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഈ y1 y2 വരെ എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് അത്ര എടുത്തു, അങ്ങനെ എടുക്കുന്നു, അത്രേ ഉള്ളൂ. വേറെ ഒരു കൺഫ്യൂഷൻ വേണ്ട. അടിയിൽ എന്താണ്? എക്സ്, ഫസ്റ്റത്തെ പോയിന്റ് x2 ആൻഡ് x1 ആണ്. അപ്പോൾ എക്സ് പ്ലസ് എച്ച് മൈനസ് എക്സ് അല്ലേ? ഇങ്ങനെയല്ലേ വരാം? ഇത് എനിക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഈ എക്സ് ഇവിടെ മൈനസ് എക്സ് ആണ്, ഇവിടെ പ്ലസ്, അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ഈ ഇക്വേഷൻ ഇങ്ങനെ വരും: എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ എച്ച്. എന്താണിത്? രണ്ട് നിയറസ്റ്റ് ആയിട്ടുള്ള രണ്ട് പോയിന്റ് തമ്മിലുള്ള സ്ലോപ്പിനുള്ള ഇക്വേഷൻ. അതാണ് ഈ ഇക്വേഷൻ. ഓക്കെ, ഇനി നമ്മളിത് ക്ലൈമാക്സിലോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ പറഞ്ഞു വളരെ ചെറിയ ചേഞ്ചാണ് എക്സിൽ നിന്ന് എക്സ് പ്ലസ് എച്ചിലേക്ക് എന്ന് പറഞ്ഞു, വളരെ ചെറുത്. അതായത് ഇറ്റ്സ് ടെൻസ് ടു സീറോ, വെരി സ്മോൾ. സോ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് സീറോനേക്കാൾ വളരെ അടുത്താണ്, അല്ലെങ്കിൽ വളരെ അടുത്തുകൊണ്ടിരിക്കുന്നത്. സോറി, എക്സ് അല്ല, എച്ച്. അപ്പോൾ എച്ച് ഞാൻ പറഞ്ഞു വെരി സ്മോൾ ആണ്, ഈ ഡിസ്റ്റൻസ് വെരി സ്മോൾ ആണ് അല്ലേ? എച്ച് വളരെ ചെറുതാണ്. രണ്ടാമത്തെ പോയിന്റും ഫസ്റ്റത്തെ പോയിന്റും തമ്മിൽ വളരെ ചെറിയ ഡിസ്റ്റൻസ് ഉള്ളൂ. അപ്പോൾ എച്ച് വളരെ ചെറുതാണ്. എച്ചിൻ്റെ വാല്യൂ സീറോയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ പോയിന്റ് ഭയങ്കര ക്ലോസ് ആയിട്ട് വെക്കുകയാണെങ്കിൽ എച്ചും ഇവിടെ ഭയങ്കര ക്ലോസ് ആവും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ലിമിറ്റ് എന്താണെന്നുള്ളത് അല്ലേ? ഒരു വേരിയബിൾ സീറോയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് ജനറലി നമ്മൾ പറയുന്നത്? നമ്മൾ പറയുന്നത് ലിമിറ്റ്. ഇവിടെ എന്താണ്? എച്ച് എന്ത് ചെയ്യുന്നതാണ്? സീറോയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എച്ച് ടെൻസ് ടു സീറോ, എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ എച്ച്. ഇതാണ് നമ്മൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള സംഭവം. നിങ്ങൾ ഇത് സാധനം ബൈഹാർട്ടായിട്ടൊന്നും പഠിക്കണ്ട. ഇതാണ് ആ സ്ലോപ്പിൻ്റെ ഫംഗ്ഷൻ ഡിറൈവ് ചെയ്ത് ഇങ്ങനെ വന്നേക്കണാണ്. അപ്പം നിങ്ങൾ പഠിക്കുമ്പോൾ കറക്റ്റായിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. ഇവിടെ ലിമിറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ലിമിറ്റിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, അത് ചെക്ക് ചെയ്യുക. ഇവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും ലിങ്ക്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. ബൈഹാർട്ട് ചെയ്യാതെ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. ഫോർ മോർ വീഡിയോസ് സബ്സ്ക്രൈബ്.